42ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. 2. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. 3. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ. 4. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഉത്തരം ഓപ്ഷൻ സി 2, 4 മാത്രം. 44ാമത്തെ ചോദ്യം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. 1. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. 2. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ. 3. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. 4. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ സി 1, 3. 46ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. രചയിതാക്കൾ, കൃതികൾ. അതിൽ രചയിതാക്കളിൽ 1 വരാഹമിഹിരൻ, 2 കാളിദാസൻ, 3 വിശാഖദത്തൻ, 4 ശൂദ്രകൻ. കൃതികളിൽ എ വിക്രമോർവശീയം, ബി ലഘുജാതകം, സി മൃച്ഛകടികം, ഡി മുദ്രാരാക്ഷസം. ഉത്തരം ഓപ്ഷൻ ബി 1B, 2A, 3D, 4C. 47ാമത്തെ ചോദ്യം. കൃത്രിമോപഗ്രഹം ആദ്യത്തെ L1 വിക്ഷേപിച്ച വാഹനം. ഉത്തരം ഓപ്ഷൻ എ PSLV C-57. 48ാമത്തെ ചോദ്യം. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അഗസ്ത് കോംതെ. 49ാമത്തെ ചോദ്യം. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക. 50ാമത്തെ ചോദ്യം. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. ഉത്തരം ഓപ്ഷൻ സി മണ്ണ് ദിനം.